ശ്രീനിവാസൻ്റെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലൻ ഇവിടെയുണ്ട്. ശ്രീനിവാസൻ ജനിച്ചു വളർന്ന കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന ഗ്രാമത്തിൽ. ഇവിടെയുള്ള ഈ ഒരു കുഞ്ഞ് ബാർബർ ഷോപ്പും ഇവിടെയുള്ള ഈ കുഞ്ഞിരാമേട്ടനുമാണ് സിനിമയിൽ ബാർബർ ബാലൻ എന്ന കഥാപാത്രമായി മാറിയത്. ശ്രീനിവാസൻ്റെ ഒരു കഥാപാത്രമാണ് കുഞ്ഞിരാമേട്ടൻ അല്ലേ? ശ്രീനിവാസനുമായിട്ട് എങ്ങനെയാണ് അടുപ്പം? പഠിക്കുന്ന കാലത്തുള്ള ചങ്ങായികളാണ്, അങ്ങനെയുള്ള അടുപ്പം. അന്നേരം പിന്നെ കുറേ അടുപ്പം എൻ്റെ നേരെ മീറ്റലാവും കല്യാണം കഴിച്ച്, അങ്ങനെ അടുപ്പുണ്ട് കുറേ. ഇവിടെ വരുമായിരുന്നു ഈ കടയിൽ? സ്ഥിരമായിട്ട് വരും, കടയിൽ വരും. അന്ന് പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് തൊഴിലും പണിയൊന്നും ഇല്ലല്ലോ. അതിൻ്റെ ശേഷം അടുത്തെല്ലാം സിനിമയിലെല്ലാം പോയേ. ആദ്യം അങ്ങനെ പഠിക്കുക അങ്ങനെയുള്ള ഒരു ഇതാണല്ലോ. എൻ്റെ അച്ഛന് ഒരു മാസമായിരുന്നു. ശ്രീനിവാസൻ്റെ അച്ഛൻ മാസമായിരുന്നു. ഇവിടുന്നാ ഇവിടുന്നാ. എൻ്റെ വീട്ടിലെല്ലാം വരും. വീട് എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഈ ഭാര്യ വീടും എൻ്റെ വീടുമായിട്ട് ചെറിയ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ എൻ്റെ വ്യത്യാസമാണ്. അങ്ങനെ ശ്രീനിവാസനെ കല്യാണത്തിനൊക്കെ സഹായിച്ചിട്ടുണ്ടോ? എന്തോ അങ്ങനെ ഒരു കഥ പറഞ്ഞു കേൾക്കുന്നു. സാധാരണയുള്ള രീതിയിലൊന്ന് അങ്ങനെയെല്ലാം ഉണ്ട്. കല്യാണത്തിന് വേണ്ടി ഹെൽപ്പെല്ലാം ചെയ്തതിനല്ലേ. അത് പിന്നെ വീട്ടുകാർക്കൊന്നും അന്നത്തെ താല്പര്യമല്ല, പ്രേമയാണ് പഠിക്കുമ്പോൾ. അതിനു വേണ്ടി നമ്മൾ സഹായിക്കും. നമ്മളെ കത്തെല്ലാം കൊടുത്തുകൂടെ ഞാനാ. ഒരു അത്ര വ്യത്യാസമുള്ളൂ. ഇപ്പോഴിവിടെ പണിയെടുക്കുന്നുണ്ടോ? ഞാനുണ്ട്, പണിയെടുക്കുന്നുണ്ടാവും. എല്ലാത്തരേ ഉള്ളൂ. വരും പോകും. ഇനി ഇതിലൂടെ റോഡെല്ലാം വരുന്നുണ്ടാവും. ഇവരങ്ങ് ഓട്ടം വെച്ചിട്ട് മറ്റേ എയർപോർട്ട് റോഡിലൂടെയാണ്. കുറേ വർഷമായി കട നടത്തുന്നത്? 50 കൊല്ലമായി. 50 കൊല്ലത്തിന് മേലെയായി. ഇപ്പോഴും പഴയ ആളുകളൊക്കെ ഇവിടെ വരും അല്ലേ? ഏതായാലും ആ സിനിമയിൽ കണ്ട കഥയും കഥാപാത്രങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ആ സിനിമയിൽ കണ്ടതുപോലെയുള്ള വളരെ ഒരു പഴമ നിലനിൽക്കുന്ന ഒരു കടയാണ്. അവിടെ ഒന്നും മാറ്റാൻ കുഞ്ഞിരാമേട്ടൻ തയ്യാറായിട്ടില്ല. പഴയ കാലത്തുള്ള എല്ലാ സാധന സാമഗ്രികളും തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും ഇവിടെ ആളുകൾ വരികയും അവരുടെ മുടി വെട്ടുന്നതിനും മറ്റുമായി ഇവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതുപോലെയുള്ള കുഞ്ഞിരാമേട്ടനെ പോലെയുള്ള ഈ നാട്ടിൻ പുറത്തുള്ള നിരവധി ആളുകളാണ് ശ്രീനിവാസൻ്റെ സിനിമയിൽ കഥയും കഥാപാത്രങ്ങളുമായി പിന്നീട് മാറിയിട്ടുള്ളത്. പാട്യത്തിൽ നിന്നും ക്യാമറമാൻ മിഥുൻ ചാത്തോത്തിനൊപ്പം എം സന്തോഷ്.